നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ ഗ്യാസിനെ കുറിച്ചാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഇത് നിറമില്ലാത്തതും മണമില്ലാത്തതും അങ്ങേയറ്റം തീപിടിക്കുന്നതുമായ ഒരു വാതകമാണ്. ഇന്ന് നമ്മൾ ഇന്ധനങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഹൈഡ്രജൻ കത്തിക്കുമ്പോൾ ഉപോൽപ്പന്നമായി വെള്ളം മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മലിനീകരണമില്ലാത്ത ഒരു ഇന്ധനമാണ്. ഹൈഡ്രജൻ കാറുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഭാവിയിൽ നമ്മുടെ വൈദ്യുതോൽപാദനത്തിനും വ്യവസായശാലകൾക്കും വീടുകൾക്ക് പോലും ഇന്ധനം നൽകാൻ ഹൈഡ്രജന് കഴിഞ്ഞേക്കാം. വെള്ളത്തിനെ വൈദ്യുതി ഉപയോഗിച്ച് വിഘടിപ്പിച്ച ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ ആവശ്യമായ വൈദ്യുതി സൗരോർജം അല്ലെങ്കിൽ കാറ്റിൽ നിന്നുള്ള ഊർജമാണെങ്കിൽ ആ ഹൈഡ്രജനെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നു. കാരണം ഇതിന്റെ ഉൽപാദനത്തിൽ മലിനീകരണം ഒട്ടുമില്ല. ഹൈഡ്രജൻ വാതകം സൂക്ഷിക്കുന്നതിലെ ചില പ്രായോഗിക വെല്ലുവിളികളും നിർമ്മാണ ചെലവും കുറയ്ക്കുന്നതിനെക്കുറിച്ചും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഹൈഡ്രജന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നാൽ ഇതിനെ വലിയ അളവിൽ സംഭരിക്കാനും ദീർഘദൂരങ്ങളിലേക്ക് കൊണ്ടുപോകാനും കഴിയുമെന്നുള്ളതാണ്. പൈപ്പ് ലൈനുകൾ വഴിയോ പ്രത്യേക ടാങ്കറുകളിലോ നമുക്കിതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. എന്നാൽ ഹൈഡ്രജൻ വാതകം സൂക്ഷിക്കുന്നത് ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഇത് വളരെ നേരിയ വാതകമായതിനാൽ പെട്ടെന്ന് ചോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഹൈഡ്രജൻ ഉൽപാദനത്തിനുള്ള വലിയ പദ്ധതികൾ തയ്യാറായി വരുന്നു. ഭാവിയിൽ നമ്മുടെ ഗതാഗത മേഖലയെയും വ്യവസായങ്ങളെയും പരിസ്ഥിതി സൗഹൃദമാക്കാൻ ഹൈഡ്രജന് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിലും ഹൈഡ്രജന്റെ കാര്യത്തിൽ നല്ല മുന്നേറ്റം നടക്കുന്നുണ്ട്. കൊച്ചിയിൽ ഹൈഡ്രജൻ വാലി പദ്ധതിയും ഹൈഡ്രജൻ ബസ്സുകൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളും നടക്കുന്നു. അതുകൂടാതെ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനത്തിന് വലിയ പ്രോത്സാഹനമാണ് സർക്കാരും നൽകുന്നത്. എന്നാലും ഒരു പ്രധാന തടസ്സം എന്താണെന്നാൽ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നതോടെ ഇതിന് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ ലക്ഷ്യം 2030 കുറഞ്ഞത് 5 മില്യൺ മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. ഇതിനായി ആവശ്യമായ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഏകദേശം 125 ജിഗാവാട്ട് വർദ്ധിപ്പിക്കാനും തീരുമാനമുണ്ട്. ഇത് വലിയൊരു ലക്ഷ്യമാണ്. കൂടാതെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഫോസിൽ ഫ്യൂവൽ ഇറക്കുമതി കുറയ്ക്കാനും ഇത് സഹായിക്കും. എന്തായാലും ഇന്ത്യയുടെ ഇന്ധന ഭാവിയിൽ ഹൈഡ്രജൻ ഒരു നിർണായക ഘടകമാകുമെന്ന് ഉറപ്പാണ്.